ടാറ്റ ഗ്രൂപ്പുമായി ചേർന്ന കപ്പൽ നിർമ്മാണശാല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ മലക്കം പറഞ്ഞു സർക്കാർ. വരും വർഷങ്ങളിൽ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപ സാധ്യതയാണ് 10,000 കോടി. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചിട്ടില്ലെന്നും വിശദീകരണം. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ അനുമതി തേടി അപേക്ഷ നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ടാറ്റ ഗ്രൂപ്പ് തള്ളിയിരുന്നു. സുനിൽ ഐസക്ക തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുനിൽ, എന്താണ് സർക്കാർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി കൃത്യം. കാരണം ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് അനുമതി തേടിക്കൊണ്ട് ടാറ്റ ഗ്രൂപ്പ് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന വരുന്നത്. കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനുള്ള അനുമതിക്ക് അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അനുമതി നൽകുമെന്നും മുഖ്യമന്ത്രി ആ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. പിന്നാലെ എക്കണോമിക്സ് ടൈംസ് പത്രം ഇന്ന് ടാറ്റ ഗ്രൂപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പൂർണ്ണമായും തള്ളി രംഗത്തെത്തി. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആലോചന ടാറ്റ ഗ്രൂപ്പിനില്ല. ഒരു അനുമതി പത്രവും അനുമതിക്ക് അപേക്ഷയും ഞങ്ങൾ നൽകിയിട്ടില്ല. കേരളത്തിൽ നിന്നല്ല തെക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെയും ഇത്തരത്തിലൊരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാനുള്ള പദ്ധതി, പ്ലാൻ ഒന്നും സർക്കാരിൻ്റെ കയ്യിലില്ല. ടാറ്റ ഗ്രൂപ്പിന്റെ മുന്നിലില്ല എന്നായിരുന്നു അവരുടെ വിശദീകരണം. ഇതോടുകൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ, അല്ലെങ്കിൽ PRD എന്ന നിലയ്ക്ക്, സർക്കാർ വിശദീകരണം എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ വിശദമായ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അതായത് ഈ കപ്പൽ നിർമ്മാണശാല തുടങ്ങുമെന്നല്ല ഈ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ വിശദീകരിച്ചതെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. വിവിധ പദ്ധതികളുടെ, വിവിധ നിക്ഷേപകരിലൂടെ വരും വർഷങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് ഏതാണ്ട് 10,000 കോടിയോളം രൂപ എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. ഇതിനർത്ഥം ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി, ഏതെങ്കിലും ഒരു കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നല്ല എന്നാണ് വിശദീകരണം. എന്തായാലും മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രൊജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചു. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കും. പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കേരളത്തിലെ ആധുനികമായ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പായിരിക്കും ഈ പദ്ധതി എന്നൊക്കെയാണ് സർക്കാരിന്റെ ഇതിനകത്ത് വിശദീകരണം. അതായത് മിഷൻ സമുദ്ര എന്ന് പറയുന്നത് കേവലം ഒരു കപ്പൽ നിർമ്മാണശാല എന്നത് മാത്രമല്ല സർക്കാരിന് മുന്നിലുള്ള സ്വപ്നം. അതൊരു വിശാലമായ, വിപുലമായ പദ്ധതിയാണ്. അത് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ ചെയ്തതെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണം.